السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബുദൈൽ പറഞ്ഞു, ഞാൻ കഅബ് ബിന് ലുഅയ്യിനെയും ആമിർ ബിന് ലുഅയ്യിനെയും ഇന്ന സ്ഥലത്ത് വിട്ടിട്ടുണ്ട്. അതായത് അവിടെ കുറേ വെള്ളമുള്ളൊരു സ്ഥലം, ഹുദൈബിയയിലുള്ളൊരു സ്ഥലമാണ്, കുറേ വെള്ളമുള്ള സ്ഥലം. അതുമാത്രമല്ല അവരുടെ കൂടെ സ്ത്രീകളുമുണ്ട്, ഒട്ടകങ്ങളുമുണ്ട്, കുട്ടികളുമുണ്ട്. അപ്പോൾ ഈ ജയിക്കും എന്നുള്ള യുദ്ധത്തിലൊക്കെ പോകുന്ന ഒരവസ്ഥ, ഇത് അവർക്ക് പേടിയില്ലാത്ത ഒരു യുദ്ധം അതാണ്. അപ്പോൾ അതായത് അവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തേക്കാം, അവർ കഅബയിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് തടയുകയും ചെയ്തേക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ ആരുമായി യുദ്ധത്തിന് വേണ്ടി വന്നതല്ല, ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സംശയമേ ഇല്ല, ഖുറൈശികൾ യുദ്ധങ്ങൾ ഒരുപാട് നടന്നു. അങ്ങനെ അതിലൂടെ അവർ ശക്തിയില്ലാത്തവരായിരുന്നു, കാരണം നേതാക്കന്മാരൊക്കെ ചത്തു പല യുദ്ധങ്ങളിലൂടെ. അങ്ങനെ അവർ ഒരുപാട് നഷ്ടങ്ങളൊക്കെ സഹിച്ചു, പൈസയായിട്ടും സമ്പത്തായിട്ടും നേതാക്കന്മാരായിട്ടും മനുഷ്യരായിട്ടും. ആണുങ്ങൾ തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു സന്ധിയിൽ ഏർപ്പെടാം അവരുമായിട്ട്. ആ സന്ധി നിലനിൽക്കുന്ന സമയത്ത് അവർ ഞാനുമായിട്ടോ എൻ്റെ ആളുകളുമായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പാടില്ല. അതുമാത്രമല്ല എൻ്റെ ആളുകളുമായിട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പാടില്ല. അതായത് ഖുറൈശികളല്ലാത്ത മറ്റ് അറബ് ഗോത്രങ്ങൾ അല്ലെങ്കിൽ അക്രമകാരികളായ അറബികൾ, അവരുമായിട്ട് പോലും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ഈ അക്രമകാരികളുടെ മേലിൽ വിജയിച്ചാൽ ഖുറൈശികൾക്ക് ഇസ്ലാം വേണമെങ്കിൽ സ്വീകരിക്കാം, എല്ലാവരും ചെയ്യുന്നത് പോലെ. അതല്ലെങ്കിൽ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തി സംഭരിക്കുകയെങ്കിലും ചെയ്യാം. പക്ഷെ അവർ സന്ധി സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹു ആണ് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ എൻ്റെ മാർഗത്തെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ മരിക്കുന്നത് വരെ യുദ്ധം ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട് അള്ളാഹു അവൻ്റെ കാരണത്തെ വിജയിപ്പിക്കുമെന്ന്. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആവശ്യമാണ്, ഭൂമിയിൽ ഇസ്ലാം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ജയിക്കും എന്നാണ് റസൂൽ പറയുന്നത്. അതായത് അള്ളാഹു ഞങ്ങളെ വിജയിപ്പിക്കും, അതെനിക്ക് ഉറപ്പാണ്. ബുദൈൽ പറഞ്ഞു, ഞാൻ താങ്കൾ പറഞ്ഞതൊക്കെ അവരെ അറിയിക്കാം. അങ്ങനെ അവർ പോയി, അവർ ഖുറൈശികളുടെ അടുത്ത് നിന്നു പറഞ്ഞു, ഞങ്ങൾ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഖുറൈശികളിൽ നിന്നുള്ള ഏതാനും വിഡ്ഢികൾ, മണ്ടന്മാർ ഒച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, അവൻ്റെ അടുത്തു നിന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് കേൾക്കണ്ട. പക്ഷെ അവരിലുള്ള ബുദ്ധിമാന്മാരായ ആളുകൾ, അല്ലെങ്കിൽ ഇച്ചിരി വയസ്സും പ്രായമൊക്കെ ആയ ബോധവും വെളിവൊക്കെ ഉള്ളവർ പറഞ്ഞു, പറ നിങ്ങൾ എന്താണ് അവിടുന്ന് കേട്ടത്, അത് പറയാൻ പറഞ്ഞു. ബുദൈൽ പറഞ്ഞു, ഞാൻ അദ്ദേഹം ഇന്നതൊക്കെ പറയുന്നത് കേട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് എന്താണോ പറഞ്ഞത് അതെല്ലാം അദ്ദേഹം പറഞ്ഞു. ഉർവ ബിൻ മസ്ഊദ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ആളുകളെ, നിങ്ങൾ ആൺമക്കളല്ലേ? അവർ പറഞ്ഞു അതെ. ഞാൻ പിതാവല്ലേ? അവർ പറഞ്ഞു അതെ. നിങ്ങൾ എന്നെ അവിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഉക്കാസിൽ നിന്നുള്ള ആളുകളെ ഞാൻ സഹായത്തിന് വിളിച്ചിട്ടുണ്ടെന്ന്? അവർ അത് നിരസിച്ചപ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കളെയും കുട്ടികളെയും കൊണ്ടുവന്നില്ലേ എന്നെ അനുസരിക്കുന്നവരെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ അവർ പറഞ്ഞു ഉവ്വ. അവൻ പറഞ്ഞു, ശരി എങ്കിൽ കേൾക്കുക, ഈ മനുഷ്യൻ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു കാര്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിങ്ങളത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. എന്നെ അദ്ദേഹത്തിനെ പോയി കാണാൻ അനുവദിക്കുക. അവർ പറഞ്ഞു ഓക്കെ, നീ പോയി കണ്ടോളൂ. അങ്ങനെ അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു, റസൂലിനോട് സംസാരിക്കാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദൈലിനോട് പറഞ്ഞതൊക്കെ തന്നെ അതുപോലെയൊക്കെ തന്നെ ഏകദേശം ഇയാളോടും പറഞ്ഞു. അപ്പോൾ ഉറുവ പറഞ്ഞു, അല്ലേ മുഹമ്മദേ, നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ നിൻ്റെ ബന്ധങ്ങൾ നീ വിച്ഛേദിക്കുന്നതിൽ, അല്ലെങ്കിൽ സ്വന്തക്കാരോടല്ലേ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ? നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഇതുപോലെ സ്വന്തക്കാരോട് ആരെങ്കിലും യുദ്ധം ചെയ്തതായിട്ട്? അത് നാണം കെടുത്താൻ നോക്കുവാണ്. അതുമാത്രമല്ല, ഇനി അതെങ്ങാനും തിരിച്ചാണ് നടക്കുന്നതെങ്കിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ല, അത് നീ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹുവാണ് നിൻ്റെ കൂടെ, മഹത്തായ ആളുകൾ ആരും ഇല്ല. ഇത് വലിയ ഗോത്ര നേതാക്കന്മാരോ അങ്ങനെയുള്ളവരൊന്നും ഇല്ല, വലിയ തലവന്മാർ രാജാക്കന്മാരൊന്നും ഇല്ല. ഞാൻ കാണുന്നത് പല ഗോത്രങ്ങളിൽ നിന്നുള്ള ഏതാനും ആളുകളാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെല്ലാവരും നിന്നെ ഇട്ടിട്ട് ഓടിപ്പോവും. ഇത് കേട്ടപ്പോൾ അബൂബക്കർ അവനെ അങ്ങോട്ട് തെറി വിളിച്ചു. നീ പറയുവാണോ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഓടിപ്പോകുമെന്ന്? ഉറുവ പറഞ്ഞു, അവനാരാ? അവർ പറഞ്ഞു അത് അബൂബക്കറാണ്. ഉറുവ പറഞ്ഞു അബൂബക്കറിനോട്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. നീ എനിക്ക് തന്നിട്ടുള്ള ഉപകാരങ്ങൾ അല്ലായിരുന്നുവെങ്കിൽ അതിന് എനിക്ക് പകരം ചെയ്യാൻ ആവാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞേനെ എന്ന് പറഞ്ഞു. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് പോലും ഉപകാരം ചെയ്തു വച്ചിട്ടുണ്ട്
എത്ര അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചൊന്ന് വർത്തമാനം പറയാൻ പോലും ഒന്ന് ചൂടാവാൻ പോലുള്ള അവകാശമില്ലാത്തത്ര രീതിയിൽ കൊടുത്തു വച്ചിരിക്കുകയാണ്. ഉർവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. റസൂലിൻ്റെ താടിയിൽ പിടിച്ചു എന്നാണ് പറയുന്നത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ. അൽ മുഗീറ ഇബ്നു ശുഅബ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, റസൂലിൻ്റെ തലയുടെ അടുത്ത് തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുടെ അടുത്ത് തന്നെ ഒരു വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പട്ടാളക്കാരുടെ രീതിയിൽ തന്നെ യുദ്ധത്തിന് റെഡിയായിട്ട് നിൽക്കുന്ന പോലെ. ഉർവ റസൂലിൻ്റെ താടിയുടെ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോഴൊക്കെ അൽ മുഗീറ വാളിൻ്റെ പിടി കൊണ്ട് അവൻ്റെ കൈക്കിട്ട് ഇടിക്കും. എന്നിട്ട് പറയും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയുടെ അടുത്ത് നിന്ന് നീ നിൻ്റെ കൈ മാറ്റാൻ പറയും. ഉർവ തല ഉയർത്തി എന്നിട്ട് ചോദിച്ചു, അതാരത്? അപ്പോൾ ആളുകൾ പറഞ്ഞു, അത് അൽ മുഗീറ ഇബ്നു ശുഅബയാണെന്ന് പറഞ്ഞു. ഉർവ പറഞ്ഞു, എടാ ചതിയാ, നീ ചെയ്ത ചതി, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ ഈ ചെയ്യുന്നത്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അൽ മുഗീറ കുറച്ച് ആളുകളുടെ കൂട്ടത്തിലായിരുന്നു. അതായത് എല്ലാവർക്കും അവരുടേതായ ഒരു കമ്പനിയൊക്കെ ഉണ്ടാവില്ല, ചായ കുടിക്കാൻ പോണ കമ്പനി. അപ്പോൾ അതുപോലെ മുഗീറയ്ക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവരെയൊക്കെ കൊന്നിട്ട് അവരെല്ലാം സമ്പത്ത് എടുത്തുകൊണ്ടാണ് അൽ മുഗീറ മദീനയിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഇസ്ലാം അത് ഞാൻ സ്വീകരിക്കുന്നു, പക്ഷെ സമ്പത്ത് അതിൽ നിന്നൊന്നും ഞാൻ എടുക്കുകയില്ല, കാരണം അത് നീ ചതിച്ച് ഉണ്ടാക്കിയ സമ്പത്താണ്. ഉർവ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെയൊക്കെ നേരെ നോക്കി. അയാൾ കണ്ടു, റസൂൽ എപ്പോൾ തുപ്പിയാലും അത് ആരെങ്കിലും കയ്യിലായിരിക്കും വീഴുക, ഏതെങ്കിലും ഒരു സഹാബിയുടെ. അവരാ തുപ്പലം അവരുടെ മുഖത്തോ തൊലിയിലോ അല്ലെങ്കിൽ മേത്തോ വച്ച് തേക്കുമായിരുന്നു. അപ്പോൾ അത്രയധികം പുണ്യമായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹീതമായിട്ടാണ് കാണുന്നത്. റസൂൽ എങ്ങാനും തുപ്പിയാൽ അപ്പോൾ അവിടെ ഒരു കൈ വരും, ആ കൈയിലേക്കാണ് തുപ്പുന്നത്. എന്നിട്ട് അത് അവർ മുഖത്തും മേത്തും വച്ച് തേക്കും. അദ്ദേഹം എന്ത് ഉത്തരവിട്ടാലും അവർ അത് പെട്ടെന്ന് തന്നെ നടപ്പാക്കും. അദ്ദേഹം വുളു എടുത്താൽ അവരെല്ലാവരും അവിടെ കിടന്ന് ഉന്തും തള്ളും ഉണ്ടാക്കുമായിരുന്നു, ബാക്കി വരുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അവർ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അവർ അവരുടെ ശബ്ദം താഴ്ത്തി സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തുടർച്ചയായി അവർ നോക്കുമായിരുന്നില്ല, ബഹുമാനം കൊണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കും, മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കില്ലായിരുന്നു, അത്രയധികം ബഹുമാനമായിരുന്നു. ഇതൊക്കെ ഉർവ കണ്ടു. എന്നിട്ട് ഉർവ ആളുകളുടെ അടുത്തേക്ക് തിരിച്ചുപോയി, ഖുറൈശികളുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഖുറൈശികളെ, അള്ളാഹു ആണേ, ഞാൻ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, സീസറിനെയും ഖുസ്രായെയും, അതായത് നമ്മൾ കിസ്ര കൈസർ എന്നൊക്കെ പറയുന്നവരെയൊക്കെ, നജ്ജാഷിയെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെയൊന്നും അവരുടെ കൊട്ടാരത്തിലുള്ള ആളുകൾ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ സഹചാരികൾ ബഹുമാനിക്കുന്നത് പോലെ. അള്ളാഹു ആണെ, അവൻ തുപ്പിയാൽ ആ തുപ്പലം ഏതെങ്കിലും ഒരാളുടെ സഹാബിയുടെ കയ്യിലായിരുന്നു വീണിരുന്നത്, അത് അവരുടെ മുഖത്തും മേത്തും വച്ച് തേക്കുമായിരുന്നു. അവരോടെന്തെങ്കിലും ഉത്തരവിട്ടാൽ അതവർ പെട്ടെന്ന് തന്നെ നിറവേറ്റുമായിരുന്നു. അദ്ദേഹം വുളു എടുത്താൽ അവർ അവിടെ ബാക്കി വരുന്ന വെള്ളത്തിന് വേണ്ടി ഉന്തും തള്ളും കൂട്ടുമായിരുന്നു. സംസാരിക്കുമ്പോൾ അവർ അവരുടെ ശബ്ദം താഴ്ത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കുറേ നേരം അവർ നോക്കുമായിരുന്നില്ല, ബഹുമാനം കൊണ്ട്. ഉർവ കൂട്ടിച്ചേർക്കുന്നു, സംശയമേ ഇല്ല, അവൻ നിങ്ങൾക്ക് നല്ല ഒരു മാന്യമായ കരാറാണ് വച്ച് നീട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ദയവായി അത് സ്വീകരിക്കുക. ബനി കിനാനയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അയാളെ പോവാൻ അവർ അനുവദിച്ചു. അയാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ സഹാബാക്കളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഇന്നയാളാണ്. അവർ ബുദ്ധിനെ ബഹുമാനിക്കുന്നവരാണ്, ആ ഗോത്രക്കാർ. അതായത് അറവ് ഒട്ടകത്തിനെ അവർ ബഹുമാനിക്കും. അതുകൊണ്ട് അറവൊട്ടകത്തിനെ അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് റസൂലിന് വഹി കിട്ടി, അതല്ലെങ്കിൽ റസൂലിൻ്റെ അറിവ്, ആ ഗോത്രങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള അവരുടെ പെരുമാറ്റം എങ്ങനെയൊക്കെയാണെന്നുള്ള അറിവ് വച്ചിട്ട്. അപ്പോൾ എങ്ങനെയായാലും ബുധനിനെ അല്ലെങ്കിൽ അറവ ഒട്ടകത്തിനെ മുമ്പോട്ട് കൊണ്ടുവന്നു. അയാൾ അങ്ങോട്ട് വരുമ്പോൾ ആളുകൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാഴ്ച അല്ലെങ്കിൽ ആ സീൻ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചു. അതായത് ഇവർ യുദ്ധത്തിന് വന്നതല്ല, ഉംറയ്ക്ക് വേണ്ടി തന്നെ വന്നതാണെന്ന് വ്യക്തമാവുന്നത് പോലെ ഈ ആളുകളെ കഅബ കാണുന്നതിൽ നിന്ന് തടയാൻ യാതൊരു കാരണവും കാണുന്നില്ല. അങ്ങനെ അയാൾ അവരുടെ ആളുകളുടെ ഇടയിലേക്ക്, അതായത് ഖുറൈശികളിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഒരു ബുദ്ധനിനെ മാലയണിയിച്ച് നിർത്തിയിരിക്കുന്നത്, അതായത് നിറമൊക്കെ ഉള്ള കെട്ടുകളിട്ട കയറുകൊണ്ട് അതിനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു.
അതിൻ്റെ പുറത്ത് കത്തിയുടെ അടയാളങ്ങളോ എന്തോ ഉണ്ടായിരുന്നു. അവരെ കഅബ സന്ദർശിക്കുന്നതിൽ നിന്ന് തടയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മിഖ്റാസ് ബിൻ ഹഫ്സ് എന്ന് പറയുന്ന വേറൊരാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകാനുള്ള അനുവാദം ചോദിച്ചു. അവർ അവനെ അനുവദിച്ചു. അങ്ങനെ അയാൾ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ മിഖ്റാസാണ്, അവൻ നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മിഖ്റാസ് സംസാരിക്കാൻ തുടങ്ങി. അത് സംസാരിച്ചപ്പോൾ സുഹൈൽ ബിൻ അംർ വന്നു. സുഹൈൽ ബിൻ അംർ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി. സുഹൈൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളുമായി സമാധാനത്തിൽ ഏർപ്പെടൂ, അല്ലെങ്കിൽ ഒരു സന്ധി ഉണ്ടാക്കൂ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുകാരനെ വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, എഴുതുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഏറ്റവും കരുണാമയനും ഏറ്റവും കരുണാനിധിയും. സുഹൈൽ പറഞ്ഞു, കരുണാമയൻ എന്ന് പറയുന്ന അള്ളാഹു ആണ്, ഞാൻ കേട്ടിട്ടില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എഴുതുക, അള്ളാഹുവാണ് നിൻ്റെ പേരിൽ. അങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ എഴുതിയിരുന്നത്. മുസ്ലിങ്ങൾ പറഞ്ഞു, അള്ളാഹുവാണ്, ഞങ്ങൾ അങ്ങനെ എഴുതൂല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം എന്നാണ് മുസ്ലിങ്ങളുടെ ഉദ്ദേശം. അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ, അത്യുദാരനും കരുണാമയനുമായ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, എഴുതിക്കോ, അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു കൊടുത്തു എഴുതാൻ വേണ്ടിയിട്ട്, ഇത് ഒരു സന്ധി ആകുന്നു, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ ആള് തീരുമാനിക്കുന്നത്. അപ്പോൾ സുഹൈൽ പറഞ്ഞു, അള്ളാഹു ആണേ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളെ കഅബയിലേക്ക് കയറുന്നതിൽ നിന്ന് ഞങ്ങൾ തടയുമായിരുന്നില്ല. അപ്പോൾ ഈ സന്ധിയുടെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു, ഞങ്ങൾ നിങ്ങളുമായി യുദ്ധം ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണേ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊള്ളുക, മുഹമ്മദ് ബിൻ അബ്ദുല്ല. അസ്സുഹരി പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചു. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ പറയുന്ന എന്ത് കണ്ടീഷനും ഞാൻ അംഗീകരിക്കും എന്ന്, എല്ലാ വ്യവസ്ഥകളും. അള്ളാഹുവിൻ്റെ ഉത്തരവുകൾ അനുസരിക്കുന്നവയാണെങ്കിൽ, നിസ്കരിക്കാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, അങ്ങനെയുള്ളതൊന്നും പാടില്ല. അള്ളാഹുവിൻ്റെ ഉത്തരവുകൾ ലംഘിക്കാത്ത എന്ത് കാര്യം അവർ പറഞ്ഞാലും അത് ഞാൻ അംഗീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ ഉംറ ചെയ്യുക എന്നുള്ളതും വരും. ഇതൊരു വലിയ ഹദീസാണ്. കാരണം അതിഭയങ്കരമായൊരു ഇസ്ലാമിൻ്റെ ടേണിംഗ് പോയിൻ്റാണ് ഈ പറയുന്നത്. അവിടെ നിന്നാണ് ഇസ്ലാം ഭയങ്കരമായിട്ട് വളരാൻ തുടങ്ങിയത്, ഹുദൈബിയ സന്ധി തൊട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ വീട് കാണാൻ, അതായത് കഅബയെ സന്ദർശിക്കാൻ അനുവദിക്കും എന്നുള്ള വ്യവസ്ഥയോടെ ഞങ്ങൾക്ക് തവാഫ് ചെയ്യാൻ പറ്റണം. സുഹൈൽ പറഞ്ഞു, അള്ളാഹു ആണ്, ഞങ്ങൾ നിങ്ങളെ അനുവദിക്കുകയില്ല ഈ കൊല്ലം. കാരണം അറബികളൊക്കെ പറയും, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിപ്പോയി, തോറ്റുപോയി എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കുകയില്ല. പക്ഷെ അടുത്ത കൊല്ലം ഞങ്ങൾ നിങ്ങളെ ഉംറ ചെയ്യാൻ സമ്മതിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എഴുതിപ്പിച്ചു. പിന്നെ സുഹൈൽ പറഞ്ഞു, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നാൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവരെ തിരിച്ചു തന്നെ. മുസ്ലിങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി, വിശ്വാസിയായ ഒരു മനുഷ്യനെ ഞങ്ങളങ്ങനെ മുശ്രിക്കുകൾക്ക് തിരിച്ചു കൊടുക്കും. അതായത് ബഹുദൈവാരാധകർ, വിഗ്രഹാരാധകർ, തീയാരാധകരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു മുസ്ലിമിനെ ഞങ്ങളങ്ങനെ തിരിച്ചു കൊടുക്കും, അവൻ മുസ്ലിം ആയതിനു ശേഷം. അവരിങ്ങനെ ഒരു അത്ഭുതത്തോടെ നിൽക്കുന്ന അവസ്ഥയിൽ അബൂജന്തൽ ബിൻ സുഹൈൽ ബിൻ അംർ വന്നു. മക്കയുടെ താഴ്വരയിൽ നിന്നാണ് വന്നത്. നടന്ന അവശതയായിട്ടായിരിക്കും, തടഞ്ഞുകൊണ്ടാണ് വന്നത്. വീണു മുസ്ലിങ്ങളുടെ മുമ്പിൽ. സുഹൈൽ പറഞ്ഞു, മുഹമ്മദേ, ഇതാകുന്നു ഞങ്ങൾ നിങ്ങളുമായി സന്ധി സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വ്യവസ്ഥ. അതായത് അബൂജന്തൽ നിങ്ങളുടെ അടുത്തേക്ക് മുസ്ലിമായി വന്നിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്ധി നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, ഇതുവരെ ഒപ്പിട്ടിട്ടില്ലല്ലോ. സുഹൈൽ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല അവനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി എന്നാൽ അയക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, പറ്റില്ല. മിഖ്റാസ് പറഞ്ഞു, അവനെ നിങ്ങൾ വച്ചോളൂ എന്ന് പറഞ്ഞു. അബൂജന്തൽ ചോദിച്ചു, മുസ്ലിങ്ങളെ, ഈ ബഹുദൈവാരാധകരുടെ അടുത്തേക്ക് എന്നെ തിരിച്ചയക്കുകയാണോ? നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ മുസ്ലിമായി വന്നതിന് ശേഷം നിങ്ങൾ കാണുന്നില്ലേ, എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അബൂജന്തലിനെ ഭയങ്കരമായിട്ട് ശിക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഉപദ്രവിച്ചിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, ഞാൻ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയല്ലേ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉവ്വ, അതെ, തീർച്ചയായിട്ടും. നമ്മുടെ മാർഗം ശരിയും ശത്രുവിൻ്റെ മാർഗം തെറ്റുമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ മതത്തിൽ ഇത്ര അധികം തല കുനിക്കുന്നത് അല്ലെങ്കിൽ വിധേയത്വം കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുകയില്ല. അപ്പോൾ ഇത് മിക്കവാറും അള്ളാഹുവിൽ നിന്നുള്ളൊരു ഉത്തരവ് അല്ലെങ്കിൽ വഹി അനുസരിച്ചിട്ടായിരിക്കും ഈ ഹുദൈബിയ സന്ധി നടക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ അനുസരിക്കാതിരിക്കുകയില്ല, അവൻ എന്നെ വിജയിയാക്കും. അപ്പം ഞാൻ ചോദിച്ചു, താങ്കളല്ലേ അപ്പോൾ പറഞ്ഞത് നമ്മൾ കഅബയിലേക്ക് പോവും എന്നും ഉംറ ചെയ്യും എന്നൊക്കെ? അള്ളാഹു ആലം, അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.